ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചില്ലി ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. സോയ സോസിൽ എന്തായാലും നന്നായിട്ട് ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഈ കോൺഫ്ലവറും സോയ സോസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് ചെറിയ കഷ്ണമായിട്ടോ വലിയ കഷ്ണമായിട്ടോ യൂസ് ചെയ്യാം. അങ്ങനെ അധികം വലുതായിട്ട് യൂസ് ചെയ്യേണ്ട, ചെറുത് തന്നെ നല്ലത്. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസായിട്ട് എടുത്തത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊരു 15 മിനിറ്റാണ് വെച്ചിട്ടുള്ളൂ. ടൈമുള്ള ആളുണ്ടെങ്കിൽ 30 മിനിറ്റ് വെക്കുക. അരമണിക്കൂർ കറക്റ്റ് വെച്ചാൽ നല്ലോണം മസാലയെല്ലാം അതിൽ പിടിച്ച് വരും. അപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവൻ ഇതോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോയ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല, ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ചിക്കൻ എടുക്കുന്ന അളവിൽ സോയ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുള്ള കൂട്ടുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം. ഇനി ഞാനൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. കൂടി പോകേണ്ട, ടീസ്പൂണിൻ്റെ കണക്കാണ്. ഒരു ടീസ്പൂൺ പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അളവ് എന്തായാലും നോക്കണം, ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമ്മൾ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്ര തിക്ക് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാശ്മീരി ചില്ലി ഇടാൻ നോക്കാം. എരിവുള്ളത് അത്ര യൂസ് ചെയ്യേണ്ട. എരിവുള്ളതാണെങ്കിൽ 1/2 സ്പൂൺ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 4 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒരു 2-3 ചുള വെളുത്തുള്ളിയാണ് എടുത്തത്. വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുങ്ങനെ കട്ട് ചെയ്തതാണ്. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഫ്ലെയിം ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഇട്ട സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോയ സോസ് ഒരു 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. ഇപ്പോൾ കറക്റ്റ് അളവ്, ടേബിൾ സ്പൂൺ അളവ് കറക്റ്റ് വെക്കണം. 3 ടേബിൾ സ്പൂൺ സോയ സോസ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അധികം കൂട്ടിപ്പോണ്ട. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സോസ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ആ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഇത്തിരി ഒരു കളർ ചേർക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കളർ യൂസ് ചെയ്തതാണ്. നിങ്ങൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കളർ യൂസ് ചെയ്യരുത്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് യൂസ് ചെയ്തത്.
ഒരു നിർബന്ധവും ഇല്ല. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിലൊന്നും നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിക്കന് ഈ സോസിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ചൂട് വെള്ളം ഒഴിക്കുക. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അതിപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം, കാരണം കൂടുതലായി പോരുത്. സോയ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് ഓൾറെഡി ഉണ്ടാവും. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തീ ഒന്ന് മീഡിയത്തിൽ തന്നെ വെക്കുക, കൂട്ടരുത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച അവിടെ തന്നെ ഒരു കട്ട പോലെ ആയി വരും, നന്നായിട്ട് തിക്കായി കിട്ടും. ഇതുപോലെ തിക്കായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി നല്ലോണം വേണമെങ്കിൽ അതിൽ തന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി ഇല്ലാണ്ടാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കിട്ടും. അപ്പം നമ്മളെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും മെയിൻ കോമ്പിനേഷനായ പൊറാട്ടേൻ്റെ കൂടെയുള്ള അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബൈ.